പിന്നെ ഇന്റർവ്യൂവിനെ പറ്റി ഒന്നും അറിയില്ല. അവര് കുറെ ആൻസർ തന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പഠിച്ചു, പറഞ്ഞു. പേടിച്ച് അവിടെ ചെന്നിരുന്നു. പെട്ടെന്നൊരു വെളിപാടൊക്കെ വന്ന പോലെ സ്വയം പിന്നെ പെട്ടെന്ന് തിരിച്ചു വരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് ഡി എൽ കിട്ടിയില്ലായിരുന്നു. ഡി എൽ അതെ അതെ. കിട്ടിയാലേ ആ, ഇന്റർവ്യൂവിന് അവർ ഡേറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു റിയലൈസ്. അന്ന് ഞാൻ പറഞ്ഞ ആൻസേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് റിയലൈസ് ചെയ്തത്. ഞാൻ നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് പോകുന്നു, ഫാമിലി ആയിട്ട്, കുട്ടികൾക്ക് നല്ലൊരു പഠിത്തം, നിങ്ങൾക്ക് വലിയൊരു ലിവിങ് സ്റ്റാൻഡേർഡ്സ്, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ്. ഇനി എന്നെ അറിയാത്ത ആൾക്കാർ, വീഡിയോ കാണുന്ന ആൾക്കാരോടും അതെ, അല്ല വലിയൊരു. ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോവാം. കാരണം നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന അയ്യോ ഇന്റർവ്യൂ പ്രിപ്പറേഷനോ, അത് അങ്ങനത്തെ ഒരു തോന്നല് നമുക്ക് വരും. പക്ഷെ ആ തോന്നല് മാറ്റി വെച്ചിട്ട് പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ എല്ലാരോടും ഞാൻ പറയുന്നു. സോയ, കൺഗ്രാറ്റുലേഷൻസ്. എന്ത് പറയുന്നു, ഫാമിലി താങ്ക് യു സോ ഹാപ്പിയാണോ, മച്ച്. സോയ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ആ, കാരണം ഓൾമോസ്റ്റ് ഒരു 6 years ആയിട്ടുള്ള ജേർണി ആയിരുന്നു. സ്റ്റാർട്ടിങ്ങില് OET ആ, സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് അയർലൻഡ് തന്നെയായിരുന്നു ഒരു ഇത്. പിന്നെ അതിന്റെ ഇടയിൽ ബ്രദർ UK പോയ കാരണം ആഹാ, അങ്ങനെ UK ഡൈവേഷൻ വന്നായിരുന്നു. ആ, അങ്ങനെ ഞാന് സത്യം പറഞ്ഞ ഒരു 9 OET എഴുതിയിട്ടായിരുന്നു എനിക്ക് OET കിട്ടിയത്. ഓക്കെ. അത്രയും ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ടായിരുന്നു അല്ലേ, എന്തായാലും. ഉം. അതെ. പിന്നെ ഒരു പിന്നെ ഞാൻ ഫസ്റ്റ് OET എഴുതി ക്ലബിംഗ് സ്കോർ എല്ലാം ആയിരുന്നു UK. പക്ഷെ ആ ടൈമിൽ ഞാൻ ഇവിടെ ഒമാനിൽ സ്റ്റക്ക് ആയി പോയി. കോവിഡ് ആയിരുന്നു. ഒമാനിലും എക്സാം ഉണ്ടായിരുന്നില്ല. ആഹാ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ, നാട്ടിലെ 21st നാട്ടിൽ ചെന്നിട്ട് ഒരു ഉം, 1 year നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തു, പറ്റുന്നില്ലായിരുന്നു. പിന്നെ തിരിച്ചു കയറി തിരിച്ചു വന്നു. വന്നു. ഓക്കെ. പിന്നെ അല്ല ഇത് അപ്പം. 2-3 എക്സാം കഴിഞ്ഞപ്പോഴേക്ക് ഇത് കിട്ടിയായിരുന്നു. അങ്ങനെ 24 ഓഗസ്റ്റിലായിരുന്നു എക്സാം കിട്ടിയത്. ഓക്കെ. എക്സാം കിട്ടി കഴിഞ്ഞ് അപ്പൊ നമ്മൾ എക്സാം കിട്ടുക ഇപ്പൊ നമുക്ക് ജോലി കിട്ടും. കാരണം അതുവരെ നമ്മൾ അതുവരെ കണ്ടൊരു അതെ. എല്ലാവരുടെയും ജേർണി അതായിരുന്നു. ഉം, അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്കും. പക്ഷെ അതെ. ഒന്നും വരുന്നില്ല, ഉം, ഇന്റർവ്യൂ വരുന്നില്ല. ഉം, ഡി എൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ആ ഇന്റർവ്യൂ എനിക്ക് ജസ്റ്റ് വന്നായിരുന്നു. ആ, CV സബ്മിറ്റ് ചെയ്തപ്പോ അവർ പറഞ്ഞു എനിക്ക് ആ ടൈമിൽ ഒരു എക്സ്പീരിയൻസ് 8 years അത്ര ആവുന്നുള്ളൂ. അപ്പൊ അതെ. അവര് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു ഒരു more than 10 അവര് ഉം, നോക്കുന്നുള്ളത് CPL ഏജൻസിക്കാരൻ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞായിരുന്നു. അപ്പൊ അത് പറ്റിയില്ല. പിന്നെ ഒന്നും വന്നില്ല. പിന്നെ ഉം, കുറെ നാളത്തേക്ക് സ്റ്റക്കായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഉം, പിന്നെയാണ് ഒരു ഓഗസ്റ്റ് ആ ടൈമിൽ, സെപ്റ്റംബർ ആ ടൈമിൽ എനിക്ക് ഒരു എൻഡോസ്കോപ്പി ഇന്റർവ്യൂ വന്നു. ഉം. ഒന്നും അറിയില്ല, എന്തൊക്കെയോ അറിയില്ല എന്തൊക്കെയോ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ. ആ, പിന്നെ ഇന്റർവ്യൂവിനെ പറ്റി ഒന്നും അറിയില്ല. അവര് കുറെ ആൻസർ തന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പഠിച്ചു, പറഞ്ഞു. പേടിച്ച് അവിടെ ചെന്നിരുന്നു. ഉം, പക്ഷെ സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു റിയലൈസ്. അന്ന് ഞാൻ പറഞ്ഞ ആൻസേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് റിയലൈസ് ചെയ്തത്. ഞാൻ അതെ, എന്തായാലും അത് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ എന്റെ മൊത്തത്തില് അല്ലെ. പിന്നീടാണ് എങ്ങനെയാണ് ഇപ്പം സോയ അറിയുന്നത്, എങ്ങനെയാണ് MNC നെ പറ്റിയിട്ട്? ആക്ച്വലി ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ഇത് റിലേറ്റഡ് വീഡിയോസ് പോലും കാണാത്ത അടുത്തൊരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പക്ഷെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആഹാ, അപ്പൊ പുള്ളി കണ്ടു, പുള്ളി എനിക്ക് അയച്ചു തന്നു, ഇത് നീ ഒന്ന് നോക്ക്. ഞാൻ പറഞ്ഞു, ഓ ഇന്റർവ്യൂ ഒന്നും ഇതായില്ല. കാരണം എനിക്ക് DL കിട്ടിയില്ലായിരുന്നു. DL അതെ അതെ അതെ. കിട്ടിയാലേ ആ, ഇന്റർവ്യൂവിന് അവർ ഡേറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് DL ഫസ്റ്റ് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ എന്റെ കാര്യമല്ലേ, കിട്ടത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ, എന്നാലും നീ കൊടുക്ക്, അതെ. അന്വേഷിക്ക്, ആ, അങ്ങനെ പറഞ്ഞു. പിന്നെ DL കിട്ടി. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. അവിടുന്ന് അതെ. ഡേറ്റ് എടുക്കുന്നേക്കാളും മുന്നേ ഞാൻ സാറിനോട് കോൺടാക്ട് ചെയ്തായിരുന്നു. എനിക്ക് ആ, ഇന്റർവ്യൂ ഡേറ്റ് കിട്ടുന്നേക്കാളും മുന്നേ ഞാൻ സാറിനെ കോൺടാക്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. ചെയ്തായിരുന്നു. ഹസ്ബൻഡ് കോൺഫിഡൻസ് തന്നു, സാറിന്റെ വീഡിയോ കണ്ട് ഉം, അങ്ങനെയായിരുന്നു ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് ജോയിൻ ജോയിൻ. ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതെ. ഇത്രയും കോൺഫിഡൻസ് കിട്ടില്ലായിരുന്നു. എല്ലാവരും അത് എനിക്ക്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി. ഉം, ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ട പോലെ നമ്മളിങ്ങനെ ആൻസർ പറയുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു അതെ. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു കാരണം കാര്യമായിരിക്കും. മോക്ക് സെഷൻ കഴിഞ്ഞപ്പോഴേ അതെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതെ. അല്ലെ, മോക്ക് സെഷന്റെ പകുതി വെച്ച് തന്നെ നമ്മള് ലൈക്ക് എന്താ, സോയ്ക്ക് ആദ്യം ഉം. പെട്ടെന്ന് ഞങ്ങളത് പറയുമായിരുന്നു അതിനെ പറ്റിയിട്ട്. പിന്നെ പെട്ടെന്നാണ് സോയ ലൈക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് കൈൻഡ് ഓഫ് ഒരു ബൂമറാങ് പോലെ ആയിരുന്നു. എന്തോ സംഭവിച്ചു പെട്ടെന്ന് അവിടെ അല്ലെ, ഒരു എന്താ മറ്റേ എന്തോ ഒരു പെട്ടെന്നൊരു വെളിപാടൊക്കെ വന്ന പോലെ സോയ പിന്നെ പെട്ടെന്ന് തിരിച്ചു വരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ എനിക്കൊന്നും ഭയങ്കര അത് ഒരു എന്താ ഇംപ്രസീവ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെ കുറെ പോയിന്റ്സ് സോയയുടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഉം. സോയ പറയുന്ന സമയത്തൊക്കെ എല്ലാം അല്ലെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എനിക്കൊന്നും അതൊരു കൈൻഡ് ഓഫ് വലിയൊരു ഐസ് ബ്രേക്കർ ആയിട്ട് സോയ്ക്കും തോന്നി, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയി പെട്ടെന്ന് തന്നെ. ഉം. ഈവൻ എനിക്ക് ലൈക്ക് നെക്സ്റ്റ് ഡേ പിന്നെ സോയ സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈക്ക് വേണം, വീണ്ടും ഒരു കൈൻഡ് ഓഫ് ഒരു സെഷൻ പോലെ വേണമോ സാർ കോൺഫിഡൻസ്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു സോയ അടുത്ത് എൻ്റെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് ഈ റിയലി ഡിഡ് വെൽ അല്ലേ ഇന്റർവ്യൂവിന് എന്തായാലും. പിന്നെ സ്വന്തമായിട്ട് സോയ തന്നെ കാര്യങ്ങളെല്ലാം ഒരു ഇൻസൈറ്റ് വീണ്ടും ഉണ്ടാക്കി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ ഉം. ഞാൻ ഇപ്പൊ ഐ ഫീൽ വെരി കോൺഫിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. അപ്പം ഉം. എന്തായാലും ഓരോ സ്റ്റെപ്സിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയതിലും നിങ്ങളുടെ ലൈക്ക് കൈൻഡ് ഓഫ് സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ അറിഞ്ഞ് നിങ്ങളത് മോൾഡ് ചെയ്തെടുത്ത് കൈൻഡ് ഓഫ് ഒരു ലൈക്ക് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് പോകുന്ന ഫാമിലി ആയിട്ട്, കുട്ടികൾക്ക് നല്ലൊരു പഠിത്തം, നിങ്ങൾക്ക് വലിയൊരു ലിവിങ് സ്റ്റാൻഡേർഡ്സ്, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പൊ സോയ ആണെങ്കിൽ ഇപ്പൊ ഒമാനിൽ ഇത്രയും വർഷമായിട്ട് സ്റ്റക്ക് ആണെന്ന് പറയുന്നത്, ഇനി ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ പറയും, നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റിൽ നമ്മൾ പറയും എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയണം, നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനാണ്.
അയർലൻഡിലേക്ക് വരുന്നത്. അതുപോലെ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ ഡ്രീം കൺട്രിയാണ് അയർലൻഡ് അല്ലെ, എല്ലാം നമ്മൾ പറയും. അപ്പം ലിറ്ററലി ഇപ്പം നിങ്ങൾ എല്ലാവരും ആ ഒരു ഫേസിലാണ് ഇരിക്കുന്നത് എന്തായാലും. ഓക്കെ, അതില് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസ്സിൽ പങ്കുചേരാൻ എനിക്കും MNCക്കും പറ്റിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആൻഡ് എപ്പോഴും ആദ്യമേ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സക്സസ്സിൽ ഭയങ്കര ഇരട്ടി മധുരമാണ് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 പേർക്കും കിട്ടിയതിൽ. ആൻഡ് സോയയ്ക്കും ലൈക്ക് നമ്മുടെ മെറ്റീരിയൽസ് റെക്കോർഡ് സെഷൻസ് ഇപ്പൊ സോയനെ പോലെ ഒമാനിലും ബഹ്റിനിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഉള്ള പിള്ളേർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ DL കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അയർലൻഡ് പ്രിപ്പറേഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് സോയയുടെ ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കാനായിട്ട്, പ്രിപ്പറേഷനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് എടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ? ഞാൻ ഓൾറെഡി എനിക്ക് അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടോ, ഇന്റർവ്യൂ. കാരണം എല്ലാവർക്കും ലാസ്റ്റ് പേടിയായി ആരും ഷെയർ ചെയ്യാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ സിറ്റുവേഷൻ. അതെ കാരണം നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടോ, ഇന്റർവ്യൂ ആണോ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോവാ. കാരണം എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഉം, ഉറപ്പായിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഉം. അത് കാരണം ആ ഒരു ഓർഗനൈസേഷൻ കാരനാണ് അവരും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവരിങ്ങനെ അവരുടെ മുഖത്ത് കണ്ടാ അറിയാം അതെ നമ്മളുടെ ആൻസർ ഓക്കെ ആണെന്നുള്ളത്. ഉം, അത് എനിക്ക് പ്രിപ്പറേഷൻ കൊണ്ട് പറ്റിയത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഷെയർ ചെയ്തായിരുന്നു. ഉം. നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പൊ ഇനി എന്നെ അറിയാത്ത ആൾക്കാർ, വീഡിയോ കാണുന്ന ആൾക്കാരോടും അതെ അല്ല വലിയൊരു ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോവാ. കാരണം നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന അയ്യോ ഇന്റർവ്യൂ പ്രിപ്പറേഷനോ, ഉം, അത് അങ്ങനത്തെ ഒരു തോന്നല് നമുക്ക് വരും. പക്ഷെ ആ തോന്നല് മാറ്റി വെച്ചിട്ട് പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ അതെ എല്ലാരോടും ഞാൻ പറയുന്നു. അതെ എന്ത് തോന്നി ലൈക്ക് എല്ലാരോടും അതെ ഇന്റർവ്യൂ പറയാം. ഇതിന് തൊട്ട് മുന്നേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു, ഫെയിൽ ആയി എന്ന് പറഞ്ഞു, ഉം. കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുന്നു, റെക്കോർഡ് സെഷൻസ് കാണുന്നു, നമ്മുടെ മോക്കിലേക്ക് വരുന്നു. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു റിയലൈസേഷൻ തോന്നിയോ ലൈക്ക് അന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ കിട്ടിയേനെ ആയിരുന്നു എന്ന് തോന്നലുണ്ടായിരുന്നോ? തോന്നലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു ഒരു തിരിച്ചറിവായി. പ്ലസ് ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻ മാത്രമല്ല, ബേസിക്കലി നിങ്ങളിപ്പോൾ അയർലൻഡിൽ പോയി അല്ലെങ്കിൽ ഒരു HSC ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അല്ലേ. അപ്പൊ ബേസിക്കലി ഞാൻ ഒരിക്കലും നിങ്ങൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മാത്രമല്ല, ഇന്റർവ്യൂ സക്സസ് മാത്രമല്ല, അവിടുത്തെ ഒരു പേഷ്യന്റ് സേഫ്റ്റി എന്താണ്, നിങ്ങൾ അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ മനസ്സിലാക്കാൻ പറ്റി. അതെ എക്സാക്ട്ലി. ഇപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഇനി നിങ്ങൾക്കൊരു ഇൻഡക്ഷൻ ട്രെയിനിങ് OT-നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് തന്നു കഴിഞ്ഞു മൊത്തത്തില് അല്ലെ. ഒരു ലിറ്ററലി ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ നിങ്ങൾക്ക് ട്രസ്റ്റിൽ പോയാൽ കിട്ടുന്ന അതേപോലെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു മൊത്തത്തില് എന്തായാലും. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു വർക്ക് കൾച്ചർ എന്താ, അവിടെ എന്താണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ടീം എക്സ്പെക്ട് ചെയ്യണേ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് മൊത്തത്തില് എന്തായാലും. അപ്പൊ റാദർ ദാൻ ഒരു പ്രിപ്പറേഷൻ സെഷൻ, എഗെയിൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്, ഹോംവർക്ക് ചെയ്താണ്. സോ ഞാനിപ്പോ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ കാര്യം ഈ ഇപ്പൊ എന്റെ ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ഇതിനെടുത്ത ഹോംവർക്കും എഫേർട്ടും അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം. അപ്പൊ ആ ഒരു ഹോംവർക്കും ഡെഡിക്കേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എടുത്ത ഇൻപുട്ടിന് പോലും ഒരു ഉപയോഗം ഉണ്ടാകില്ലായിരുന്നു ബേസിക്കലി. മനസ്സിലായി ലിൻസി ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നു ലൈക്ക് ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസിൽ അവർ പറഞ്ഞ കീവേഡ്സ് എല്ലാ കാര്യങ്ങളും ലിൻസി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പോയിന്റുകൾ നോട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു ഫേഷ്യൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ അവർ എത്രത്തോളം നിങ്ങളുടെ ആൻസേഴ്സ് യെസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അത് യൂസ്ഫുൾ ആയി അല്ലെ പറഞ്ഞപ്പോ അല്ല? അതെ 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 അവര് അതന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അവരിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സംതിങ് ലൈക്ക് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ വേർഡ്സ് പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അപ്പത്തേക്കും അവരുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻസ് നമുക്കാണ് യെസ് യെസ് എന്ന് പറയുന്നു, വേഗം നോട്ട് ചെയ്യുന്നു. നോട്ട് അപ്പൊ ചെയ്യുന്നു. തന്നെ നമുക്കൊരു ഓക്കെ അവരുദ്ദേശിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് എവിടെയോ. അതെ ഇന്റർവ്യൂ കിട്ടുമോ ഇല്ലയോ ദാറ്റ് ഇസ് ഡിഫറെന്റ്. ബട്ട് ആ അതെ സമയത്ത് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് വരുന്നുണ്ട്. ഉം, അവർക്ക് കിട്ടി, ഓക്കെ അവർ ഉദ്ദേശിച്ച എന്തോ കാര്യം കിട്ടി, അവർ അത് നോട്ട് ചെയ്തു, അങ്ങനത്തെ ഉള്ള ഒരു ഫീല് വന്നത് നമ്മള്. അതെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ സാർ പറഞ്ഞ തന്നെ ഡോണ്ട് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഞാൻ എപ്പോഴും ആ അതെ ഒരു വേർഡ് അതെ സെന്റൻസ് കാര്യം ലിൻസിയുടെ ഇഡിയം ആൻസേഴ്സ് ഐ ഒരുപാട് ജസ്റ്റ് നമ്മള് എന്താ ലോങ് ആയിട്ട് പോകുന്നുണ്ട്, എലാബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻസേഴ്സ് അതെ അതല്ല, അതെ അതെ അതാണ് ഇതിന്റെ ഒരു സംഭവം. കാര്യം ലിൻസി പറയുന്ന റെലവെന്റ് ആണ്, ഓക്കെ റെലവെന്റ് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ ഇറലവെന്റ് പോയിന്റ്സ് വന്നിട്ട് ആൻസേഴ്സ് ബീറ്റ് അതെ ഓഫ് ഇഷ്യൂ പോലെ പോവാ. അതെ 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 ചുമ്മാ നമ്മളിങ്ങനെ കഥ പറയുന്നു. നമ്മളിപ്പോ നമ്മൾ അതെ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നു, അപ്പൊ ഒരു സമയം പോകാനായിട്ട് നമ്മൾ എന്തൊക്കെയോ പറയുന്നു. ആ അതെ ഒരു രീതിയിലല്ലല്ലോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഉറപ്പായിട്ടും. നമുക്കത് അപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് ഇപ്പൊ ഉം. എന്നോട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഒരു പുതിയ ഒരു നിങ്ങളെ ന്യൂ തിങ്സ് വാട്ട് യു ഹാവ് എന്തോ ഒരു റിഫോം ചെയ്യുന്നു ഇംപ്ലിമെന്റഡ് എന്നുള്ള അങ്ങനത്തെ ഒരു പോലെ ഇംപ്ലിമെന്റഡ് ആയ ആ, അതിനും അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളൊരു ഞങ്ങൾ OT-യിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഓർഗനൈസേഷൻ ചെയ്തു. ഒരു സ്റ്റെറൈൽ റൂം ഉം, ഓർഗനൈസേഷൻ ഞങ്ങൾ റീഓർഗനൈസ് ചെയ്തു. ആഹാ, അപ്പൊ ആദ്യം നമുക്ക് അറിയത്തില്ലായിരുന്നു അത് സെറ്റ് എവിടെ ഇരിക്കുന്ന കണ്ടുപിടിക്കാൻ ആഹാ, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ അവിടെ നമ്മൾ പേഷ്യന്റിന് ടൈം പോകുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അത് റീ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ അത് റെക്കോർഡിൽ നമ്മളത് അതേ ഓർഡറിൽ
തന്നെ നമ്മൾ അത് ഡോക്യുമെന്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്കൊരു ഇൻവെന്ററി ചെക്ക് ചെയ്യാനൊക്കെ ഒത്തിരി നമുക്ക് അത് ഈസി ആയിരുന്നു. ആൻഡ് ദാറ്റ് മെയ്ഡ് ലൈക്ക് വി യൂസ് ടു സേവ് ദ ടൈം ആൻഡ് കുഡ് ഗിവ് മോർ ഇമ്പോർട്ടൻസ്, ലൈക്ക് കുഡ് അറ്റൻഡ് ദ പേഷ്യന്റ് മോർ ഇമ്മീഡിയറ്റ്. അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ നമ്മൾ സേവ് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ ഞാൻ അപ്പൊ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പെട്ടെന്ന് ആ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കറക്റ്റ് ആ പോയിന്റ് വൈസ് പറഞ്ഞു ഒരു ഓർഗനൈസ് ചെയ്ത് പറയാനുള്ള ഒരു ഇത് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും പോയിന്റ് പറഞ്ഞാൽ മതി, മെയിൻ പോയിന്റ്, ആ പോയിന്റിൽ നമ്മൾ എന്ത് പറയണം എന്നുള്ള അതൊക്കെ കറക്റ്റ് നമുക്ക് മോക്കിൽ തന്നെയാണ്. അതായത് വീഡിയോസ് കണ്ടന്റ് ഐഡിയും പിന്നെ മോക്ക് വന്നപ്പോ കുറച്ചും നല്ല ഒരു ഇതായി. ലിൻസിക്ക് എന്ത് തോന്നുന്നു? ലിൻസിക്ക് ഇപ്പം ബാംഗ്ലൂർ അല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ DL കിട്ടിയിട്ടും പ്രിപ്പറേഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, അയർലൻഡ് ഇന്റർവ്യൂസ് നോക്കുന്ന ആൾക്കാർ. അപ്പൊ ലിൻസിയുടെ ഒരു അഡ്വൈസ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഒബ്വിയസ്ലി അതാണ്, നമുക്ക് ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ നമുക്ക് ഓക്കെ അയർലൻഡ് ഇന്റർവ്യൂ ഉണ്ട്, അതുണ്ട്, ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തോളാം, ഞാൻ പോയോളാം. പക്ഷെ അതില് ഞാൻ പറയുന്നത് ഇപ്പൊ മഞ്ജു പറഞ്ഞോണം തന്നെ അവരെ പറഞ്ഞോണം മോക്കില് നല്ലോണം പറഞ്ഞായിരുന്നു, പക്ഷെ മെയിൻ ഇന്റർവ്യൂ വന്നപ്പോ അവർക്ക് കിട്ടിയില്ല. അപ്പൊ സാറ് പറഞ്ഞോണം തന്നെ ചിലപ്പോ അവർ ഇതുപോലെ വേർഡ്സ് യൂസ് ചെയ്തില്ലായിരിക്കും, അല്ലെങ്കിൽ പീറ്റർ കുറെ ഇങ്ങനെ എന്തൊക്കെയോ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് പറയാൻ നോക്കിയായിരിക്കും. അപ്പൊ അതായിരിക്കും ചിലപ്പോ അവരുടേത്. അപ്പൊ നമുക്ക് അതൊക്കെ കറക്റ്റ് പോയിന്റ് വൈസ് കിട്ടിയത് ഈ ഒരു സെഷൻ കൂടിയ സാറിന്റെ ക്ലാസ് കൂടിയത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യണം, പിന്നെ സെയിം അതേ ഇത് സെന്റൻസ് വെച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യണം. ഇതൊക്കെ ശരിക്കും നമ്മൾ മോക്കില് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പൊ എന്റെ അഡ്വൈസ് കറക്റ്റ് ആണ്, നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് 100% യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരിക്കലും നമ്മള് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളാം ഉണ്ടാവുമായിരിക്കും, പക്ഷെ വോട്ടെവർ എന്റെ ഒരു സജഷൻ നമുക്കൊരു അപ്പൊ എന്റെ മൈൻഡിൽ അതാ ഉണ്ടായിരുന്നത്. ഓക്കെ എനിക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരാൾ കറക്റ്റ് ചെയ്താലാണ് നമുക്ക് ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതുന്നു, എനിക്ക് എന്റെ ഭാഗത്ത് എനിക്കത് കറക്റ്റ് ആണെന്ന് തോന്നിയോണ്ടാണല്ലോ ഞാൻ അത് ആൻസർ എഴുതിയത്. പക്ഷെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ഒരാൾ നോക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ കറക്റ്റ് ആണോ എന്നുള്ളത്. സോ ഒരാൾ ഒരു എവാലുവേഷൻ ചെയ്താലാണ് നമുക്ക് കുറച്ചും കൂടി. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി ഇതില് അങ്ങനെയാണ് ഞാൻ ഇതിൽ വന്നതും. സോ ഐ ഫീൽ ദാറ്റ് people were preparing for interview, it's better to attend or something like in ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് അത്. അപ്പൊ നമുക്ക് എവിടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് അറിയാത്ത പോയിന്റ്സ് എന്താണ്, നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കാര്യം ലിൻസിക്ക് ടോട്ടൽ എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണുള്ളത്? ജസ്റ്റ് റിമൈൻഡ് മീ. എന്റെ OT 14+ ആണ്. 14+ ആണ്. അപ്പം ഒന്ന് ആലോചിക്കുക, ലൈക്ക് അത്രയും ഇയേഴ്സ്, അതിൽ കൂടുതൽ ലിൻസിക്ക് ഉണ്ട് ബാക്കി ഏരിയാസിലൊക്കെ. 14 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോർ ദാൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ബേസിക്കലി. പക്ഷെ ആ കാര്യങ്ങളെ എങ്ങനെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് തിങ് അല്ലേ? അതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാർ ഇപ്പൊ ഞാൻ പറഞ്ഞു OT-ല് നമ്മളെ OT-ല് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വാട്ട് ആർ ദ സ്കിൽസ് ഓഫ് OT-നേഴ്സ്. അപ്പൊ ഞാൻ ശരിക്കും ആദ്യമൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ആർ ദ സ്കിൽസ്, അയ്യോ എന്ത് സ്കില്ല, അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കുന്നു. പക്ഷെ പിന്നെ നമ്മൾ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നു. ഓക്കെ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നോട്ട് ചെയ്യുന്നു, എല്ലാം നോക്കുന്നു, അസസ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ OT-ല് ഹൗ ഡു യു വർക്ക് ഇൻ ആൻ OT, അല്ലെങ്കിൽ ഹൗ ഡു യു സെറ്റപ്പ് ആൻ OT എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പെട്ടെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് റൊട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞാൽ മതി എന്ന് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കറക്റ്റ് ആണല്ലോ, നമ്മൾ എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ പണി. ആസ് എ സ്ക്രബ് നഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് എന്റെ പണി, ഞാൻ എന്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ പറയേണ്ടത്. അപ്പൊ അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാനത് മൈൻഡിലിട്ട് ഓക്കെ ഞാൻ വരുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു. സോ ഐ ഓൾസോ റിക്കലക്റ്റഡ് വാട്ട് ഐ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ. വേറെ എന്തോ കാര്യം എന്തൊക്കെയോ ഞാൻ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന. അപ്പൊ പക്ഷെ ഇതാണ് പറയണ്ടേന്നുള്ളത് നമുക്ക് ഇതിൽ വരുമ്പോഴാണ് അറിയേണ്ടത്. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യുന്നത് അതൊരു ഓർഡർ ആയിട്ട് നീറ്റായിട്ട് കറക്റ്റ് ആയിട്ട് പറയാം, അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അത് പറയും, അതിനകത്തും നമ്മൾ പറയുന്നത് എന്താണ് നമുക്ക് ആവശ്യം. ലൈക് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ OT പ്രിപ്പയർ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അതൊരു സ്റ്റെറിലിറ്റി ഇൻഫെക്ഷൻ കൺട്രോൾ അതിന്റെ ഒരു വന്നു. പിന്നെ സേഫ്റ്റി ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് പറയാം. പേഷ്യന്റിനെ റിസീവ് ചെയ്യുമ്പോൾ അവർ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്പൊ ഓൾ ദോസ് മെയിൻ വേർഡ്സ് അതൊക്കെ എന്റെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ടീം ആൻഡ് മെയിൻറ്റെയിൻ ദ കൗണ്ട്സ്, അതൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നല്ലോ. പിന്നെ ലാസ്റ്റ് ഡോക്യുമെന്റേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു, ഡോക്യുമെന്റേഷൻ ചെയ്യാം. പിന്നെ കേസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഡീബ്രീഫിംഗ് ചെയ്യാം. ആൻഡ് എനിത്തിങ് വേണമെങ്കിൽ നമുക്ക്
ഫോർ ഫ്യൂച്ചർ ഇത് ലേണിംഗിന് വേണ്ടിയിട്ട് പറയാ. അതെ പിന്നെ സാർ അന്ന് പറഞ്ഞല്ലോ, നോർമൽ ആയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ലാസ്റ്റ് അതെ അബ്നോർമൽ ആയിരുന്ന സമയം എന്തെങ്കിലും വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ അതെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാൻ എന്താ ബി ചെയ്യണം തിങ്സ് അതിനെ ഉണ്ട്. കുറിച്ച് അതെ പറയണമെന്ന്. അതെ അപ്പൊ ഞാൻ പറഞ്ഞു, ആ so if anything is like unwanted situations arises, make sure that to raise an incident, ഉം. to inform first to inform my in charge, ജാഗിനം and പറയും then incident we have to raise an incident. അപ്പൊ അത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ലൈക് സാർ അന്ന് ആ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് അതൊക്കെ കറക്റ്റ് ആ ഓർഡറിൽ പറയാൻ പറ്റിയത്. ഓർത്തും വെച്ചു. അഗെയിൻ ഇപ്പോഴും ഞാൻ അഗെയിൻ ആലോചിക്കുക, കാര്യം ഇപ്പൊ ഇത്രയും നമ്മളെ മോക്ക് സെഷൻ നടന്നിട്ട് തന്നെ ഇപ്പൊ ഇത്രയും ദിവസമായി, ഈവൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി. ഇപ്പൊ അഗെയിൻ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ഓർത്തിരിക്കുന്നു, വീണ്ടും അതെല്ലാം പറയുന്നു. അപ്പം എനിക്ക് അഗെയിൻ ആ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എന്താ, ഞാൻ അത്രയും ഒരു ഇമ്പാക്ട് നിങ്ങളുടെ ഉള്ളില് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ എത്തിക്കാൻ അതെ പറ്റി. അതെ അതെ റാദർ ദാൻ ഞാൻ അന്ന് ഒബ്വിയസ്ലി. പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ബിക്കോസ് നമ്മൾ ആരും ഇന്റർവ്യൂ പാനലിൽ ഇവിടുത്തെ ആൾക്കാർ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളൊരു റോബോട്ടിനെ എടുക്കാനല്ല മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്ന് കിട്ടുന്ന ആൻസർ പറഞ്ഞ് ഒരു റോബോട്ടിക് ആൻസർ. അവർക്കൊരു ഹ്യൂമനൈസ്ഡ് ആൻസർ, ഒരു ഹ്യൂമനെയാണ് വേണ്ടത്, ഹു ഡു ദ പ്രോപ്പർ പേഷ്യൻസ് സേഫ്റ്റി, അവരുടെ പേഷ്യൻസ് സേഫ്റ്റി സേഫ് ഗാർഡ് ചെയ്യുന്ന ആൾക്കാരെ, ഒരു ടീമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, ഓണസ്റ്റ് ആയിട്ട് പറയുക അല്ലെ, കാര്യങ്ങളെല്ലാം പറയുക, നിങ്ങളായിട്ട് സംസാരിക്കുക, റാദർ ദാൻ നമ്മൾ മഗ്ഗപ്പ് ചെയ്ത കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ലിറ്ററലി ചെയ്തത്, നിങ്ങൾ എല്ലാവരും 5 പേരും. അതുകൊണ്ടാണ് ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഞാനത് സാറിന് ആക്ച്വലി ഞാൻ നോട്ട്സ് ആദ്യം നോക്കിയായിരുന്നല്ലോ. അപ്പൊ അതെ PDF ഒക്കെ നോക്കുമ്പോഴത്തേക്കും കുറെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതൊക്കെ ഞാൻ മഗ്ഗപ്പ് ചെയ്ത് ഞാൻ എങ്ങനെ പറയും എന്നിങ്ങനെ ഓർത്തായിരുന്നു. അതെ ഇങ്ങനെ ചില വേർഡ്സ് ഇങ്ങനെ ഓർത്തോർത്ത് വെക്കണമല്ലോ എന്നൊക്കെ. പക്ഷെ മോക്കല് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമുക്ക് അതിൽ നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതെ നമുക്ക് ആ ഒരു ഓർഡറിൽ ഓക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ, അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ഈ വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്, അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് അതെ കഴിഞ്ഞിട്ട് then I thought okay I will tell. ഞാൻ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ അതെ സംസാരിച്ച് നോക്കാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എനിക്ക് പറയാൻ കിട്ടും. പറ്റുന്നുണ്ട്. അതെ അല്ലാണ്ട് നമ്മളിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതായിട്ട് പോകുമ്പോൾ ഐ ഭയങ്കര മിസ്സിംഗ് ഒരു ഔട്ട്. റോബോട്ടിക് അപ്പൊ ഫീൽ ഉണ്ടാവും അതിനകത്ത്. അതെ 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 എനിവേ അത് എന്തായാലും ശരിക്കും സാറ് വ്യത്യാസം വന്നു അല്ലേ, ഒരുപാട് അതെ അഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ നമ്മുടെ MNCയെ സംബന്ധിച്ച് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആണ് നിങ്ങൾക്ക് 5 പേർക്കും കിട്ടിയത്. അത് ഉറപ്പായിട്ടും ഓൾവേസ് ഞങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് എന്താ ഹിസ്റ്ററിയിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്ന ഒരു പോയിന്റ് ആണ്. പ്ലസ് നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് യെസ് ഞാൻ പറഞ്ഞില്ല, 5 പേരെ ഒരുമിച്ച് കിട്ടാൻ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ സ്റ്റിൽ നിങ്ങൾ 3 പേരുണ്ട് ബേസിക്കലി ഇപ്പോൾ. അപ്പൊ ഈ ഒരു സെഷൻ കാണുന്ന ആൾക്കാരാവട്ടെ, കുട്ടികളാവട്ടെ, ഇവരെല്ലാവരും ലൈക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആസ്പിറൻസ് ആണ് എന്തായാലും കാണുന്ന ആൾക്കാർ യെസ് ബേസിക്കലി. ഓക്കെ, അപ്പൊ കാണുന്നവർക്കെല്ലാം നിങ്ങളുടെ ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത് ഇൻസ്പിറേഷണൽ ആണ്. നിങ്ങൾ എല്ലാവരും കൈൻഡ് ഓഫ് ഇനി നിങ്ങളെ ലൈക്ക് തിരിച്ചറിയും, വർക്ക് പ്ലേസിലുള്ളവരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും കാണുന്ന ആൾക്കാരായിട്ട്, എല്ലാവരും എന്നല്ല ഞാൻ പറയണത്, ലൈക്ക് സെലിബ്രിറ്റി അതെ മോഡിലോട്ട് പോകുന്നല്ല. പക്ഷെ സ്റ്റിൽ കുറച്ച് പേരെങ്കിലും നിങ്ങളെ തിരിച്ചറിയും, കൈൻഡ് ഓഫ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പം കുറെ ലൈക്ക് എല്ലാവർക്കും ആഗ്രഹം കാണണമെന്നില്ല, പക്ഷെ കുറച്ച് കുട്ടികൾക്കെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഞാൻ പറയുന്ന കേട്ടിട്ട് ഒന്ന് അപ്ലിഫ്റ്റഡ് ആവുകയാണെങ്കിൽ നല്ലതല്ലേ. കൈൻഡ് ഓഫ് ഒരു ഐ ഓപ്പണർ ആണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിക് കാര്യം, നിങ്ങൾ പറഞ്ഞ കേട്ട് ഒരാളെങ്കിലും അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എന്തായാലും. ഓക്കെ, എനിവേ ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. സോ ബാക്കി ദൈവത്തിന്റെ സൈഡിൽ നിന്നുള്ള ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടി. എന്തായാലും എല്ലാം ദൈവത്തിന്റെ ഇതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ MNCയിൽ വന്നതും നമ്മൾ ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഐ ഓൾവേസ് ബിലീവ് ഇൻ ദാറ്റ് ഫെയ്ത്ത്. ഓക്കെ, അപ്പം നമ്മളെല്ലാരും സ്ട്രേഞ്ചേഴ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, എടുക്കുന്നത്. നമ്മൾ ആരും തന്നെ ലൈക്ക് ഫേസ് ടു ഫേസ് ഫിസിക്കലി ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ സ്റ്റിൽ കൈൻഡ് ഓഫ് ആ ഒരു ബോണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും തമ്മിൽ അല്ലെ. ആ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ആസ് എ ടീച്ചർ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ് എന്തായാലും. ആൻഡ് ഇപ്പൊ നമ്മളെ ടീമാണെങ്കിലും അവർക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ ഒരു ജസ്റ്റ് ഒരു സ്റ്റാഫ് ആയിട്ടല്ല, നിങ്ങളുടെ സക്സസ് അവർക്കും ആവശ്യമാണ്, ബേസിക്കലി നമ്മുടെ ഹോൾ ടീമിന് ആവശ്യമാണ്. ഇപ്പൊ ലിറ്ററലി ഇപ്പോൾ നമ്മുടെ IT ടീമാണെങ്കിലും അവരും ചോദിക്കും ലൈക്ക് ഈ പിള്ളേർക്ക് കിട്ടിയോ, ആ പിള്ളേർക്ക് കിട്ടിയോ, മനസ്സിലായി. അവർക്ക് അറിയാലോ ആർക്കൊക്കെയാണ് പെട്ടെന്ന് ആക്സസ് കിട്ടുന്നത്, ആർക്കൊക്കെയാണ് പെട്ടെന്ന് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നിങ്ങൾക്ക് അതേ പറയാനുള്ളൂ. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഉറപ്പായിട്ടും. ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും നിങ്ങൾ എല്ലാവരും ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. ലൈക്ക് അതുകൊണ്ട് ഒരിക്കലും ഒരു ലൈക്ക് എന്താ RN രജിസ്റ്റേർഡ് നഴ്സായിട്ട് മാത്രം നിൽക്കരുത്. ക്ലിനിക്കൽ നഴ്സ് മാനേജർ റോൾസ്, CNM1, CNM2, CNM3 പല റോൾസ് ഉണ്ട്, ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് റോൾസ് ഉണ്ട്. സോ ലൈക്ക് ഡ്രീം ഹൈ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി, റെസിലിയൻസ് നിങ്ങളെ ഇതിൽ കൊണ്ടെത്തിച്ചെങ്കിൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ആൻഡ് MNC അല്ലെങ്കിൽ ഞങ്ങൾ ഓൾവേസ് ബി ദ, നിങ്ങളുടെ എന്ത് കരിയർ പ്രോഗ്രഷൻ ആണെങ്കിലും ഞങ്ങൾ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ സെഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള റിലേഷനോ ബന്ധങ്ങളോ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ഈ ബോണ്ടിങ് വിൽ ബി ഓൾവേസ്. അതാണ് എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു സന്തോഷം ഈ ഒരു സെഷൻസ് എടുക്കുന്നതിൽ. കാര്യം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു സ്വയം. എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഫീൽ ചെയ്തത് ആ റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങള്, അതെ ഞങ്ങള് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ
പക്ഷെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് അതിന്റെ ആ ഒരു ഭംഗിയിൽ പറയാൻ അറിയത്തില്ല. അതെ. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത് ഉം. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കുറെ വേർഡ്സ് ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആ വേർഡ്സ് ഒക്കെ അത് നമ്മൾ ഈ ഇത് കാണും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് എന്താണിത് അതെ. അങ്ങനെ മനസ്സിലാക്കിയത്. അങ്ങനെ കുറെ വ്യത്യാസം വന്നു. ഈ പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്തതില് അതെ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ആ, നമ്മൾ ചെയ്യുന്നത് എന്താണ് അതിന്റെ അതെ. ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഈ പേഷ്യന്റ് സേഫ്റ്റി. ഉം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് സേഫ്റ്റി ഈ ഒരു ചിന്ത എസ്കലേഷൻ ഇതൊക്കെ അതെ. കറക്റ്റ് ആയിട്ട് നമുക്ക് അതെ. അങ്ങനെ വേണല്ലേ എന്നുള്ളൊരു അതെ. തോന്നലേക്ക് കറക്റ്റ് ആയിട്ട് വന്നു തുടങ്ങി. അതെ. പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ സാറിന്റെ നോട്ട്സ് വായിച്ചതും സാറിന്റെ അതെ. വീഡിയോ ക്ലാസ്സസ് കണ്ടതും മോക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷം അല്ല നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞില്ലേ ഇപ്പം ലൈക്ക് നമ്മൾ എന്തെല്ലാമാണ് ഡേ ടു ഡേയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കാൻഡിഡേറ്റ് പറഞ്ഞു, സാർ ഇതെല്ലാം ഞങ്ങൾ ചത്ത് കിടന്ന് നമ്മൾ മലയാളികൾ പണിയെടുക്കും സാർ, പക്ഷേ മറ്റവരായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാര്. കാര്യം എന്താ, അവർക്ക് പറച്ചിൽ പറയാനറിയാം, എഴുത്തിൽ കൊണ്ടുവരാൻ അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഒരു കൾച്ചർ മാറാനാണ് ഞാൻ ഈ ഒരു സെഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബേസിക്കലി. ഓക്കെ, ബിക്കോസ് ഞാൻ പാനലിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നമ്മുടെ പിള്ളേർക്ക് ആർക്കും ഒരു വലിയൊരു ഗ്യാപ്പാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്. കാര്യം ഇപ്പം ഞാൻ അവരെ കാണുന്നുണ്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലുള്ള ആൾക്കാർ കാണുന്നുണ്ടായിരിക്കും, ചത്ത് കിടന്ന് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇത്രയും വർഷം പണിയെടുക്കുകയാണ്, ടയർലെസ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളോ ഈ പാനലൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പറയാൻ അവരെങ്ങനെ അറിയും? ഓക്കെ, ബേസിക്കലി അപ്പം അത് നിങ്ങളെ അവരെ കൺവിൻസ് ചെയ്ത് പറയിച്ച് കാണിക്കുക, നിങ്ങളെ സെല്ല് ചെയ്യുക. ഓക്കെ, ആ ഒരു ഒറ്റ ഒരു എന്താ ഒരു മോട്ടീവോട് കൂടിയാണ്, ഒബ്ജക്റ്റീവോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം തന്നെ തുടങ്ങുന്നത്. ആൻഡ് ഒരുപാട് നഴ്സസ്, എനിക്കൊന്ന് മോർ ദാൻ ലൈക്ക് 3000 നഴ്സസ് ആയിട്ടാണ് നമുക്കിപ്പോൾ സക്സസ് സ്റ്റോറീസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് ലൈക്ക് ഇറ്റ്സ് എ ബിഗ് തിങ്. കാര്യം ഏത് എക്സാം, ഏത് ഒരു കോഴ്സോ അല്ലെങ്കിൽ ക്ലാസ്സോ പാസ്സാവുന്നത് പോലെയൊക്കെ അല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ജോലിയിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ബിഗ് തിങ് ആണ് എന്തായാലും. ബിക്കോസ് നമ്മൾ തന്നെ ഇപ്പോൾ മോസ്കി പഠിപ്പിക്കുന്നുണ്ട്, ഒ ടി പഠിപ്പിക്കുന്നുണ്ട്, CBT പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്താണ് ഒരു റിസൾട്ട്? ഓക്കെ, OET കഴിഞ്ഞു, ജോലി ഉണ്ടോ? ഇല്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, ജോലി കിട്ടിയോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇപ്പോ ഞങ്ങൾക്ക് തന്നെ ഒരു ലൈക്ക് എൻ്റെ ഒരു എന്താ ഒരു റീഅഷുറൻസ് ആയിട്ട് ഒരു പ്രോമിസ് പോലെ എല്ലായിടത്തും പറയാം, നിങ്ങളുടെ സക്സസ് ആണ്. ഞങ്ങൾ ഒരാൾക്ക് പോലും ഞങ്ങൾ പ്രോമിസ് കൊടുക്കില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ MNCയിൽ ജോയിൻ ചെയ്ത ജോലി ഗ്യാരണ്ടീഡ് ആണ്, ഞങ്ങൾ ഒറ്റ കുട്ടികളുടെ പോലും ഞങ്ങൾ പറയാറില്ല. ബിക്കോസ് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഹാർഡ് വർക്ക്. ഞങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എഫേർട്ട് എടുക്കും, ഓൺലി ഇഫ് യു ഡു ദ ജോബ്, ഇഫ് യു ഡു ദ ഹാർഡ് വർക്ക്. അത്രയുള്ള സംഭവം. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ബേസിക്കലി. എന്തായാലും അത് നിങ്ങൾ ഇത്രയും ചത്ത് കിടന്നെടുക്കുന്ന പണി നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു ആ ടീമിന്റെ അടുത്ത്, അല്ല ഇന്റർവ്യൂ പാനലിന്റെ അടുത്ത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് കിട്ടാതെ പോയതിന്റെ റീസൺ അവർ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല ഏത് രീതിയിലാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് അവരുടെ ഫേസിൽ അവർ ഇംപ്രസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. എന്റെ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂ അവര് ഈ കൊച്ചെന്താ ഇങ്ങനെ പറയണ ആ ഒരു ചിന്തയാണ് അവരുടെ മുഖത്ത് ഇതിന് മുന്നത്തെ ഇന്റർവ്യൂ. ഉണ്ടായിരുന്നത്. അതെ, ഇവര് രണ്ടുപേരും ഇങ്ങനെ അവരുടെ ആ ഒരു കംപ്ലീറ്റ്ലി മാറി അവരുടെ മൊത്തത്തിൽ. എക്സ്പ്രഷൻസ് കംപ്ലീറ്റ്ലി മാറി. അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്റെ ഒരു 4 തവണ എനിക്ക് നെറ്റ് ഡിസ്കണക്ട് ആയി പോയായിരുന്നു. ഉം, അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഹോൾഡൊക്കെ വന്നായിരുന്നു. ഉം. അത് മാത്രമേ എനിക്കൊരു പേടി, എന്നോട് ഇന്റർവ്യൂ പറഞ്ഞു കിട്ടോ സോയ, എന്നൊരു ലൈക്ക് പേടി. അങ്ങനെ സാർ എന്റെ നെറ്റൊക്കെ ഡിസ്കണക്ട് ആയി പോയി, എനിക്ക് പക്ഷെ പേടിയാണ്. അവര് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്റെ ആൻസർ എവിടെയാണോ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് നെറ്റ് ഡിസ്കണക്ട് ആകുമ്പോൾ ആ, ഞാൻ പാനിക് ആണെങ്കിൽ കൂടി അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ബാക്കി. ഞാൻ പറയുന്നത് അവർക്ക് അത്രയും ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആ, അതുകൊണ്ടല്ല അവർക്ക് അങ്ങനെ ഞാൻ അതെ, എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അവർ ഉം. അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് അത്രയും വെയിറ്റ് ഉറപ്പായും. ചെയ്യില്ലായിരുന്നു തോന്നുന്നു എനിക്ക് കാര്യം വേണ്ടിയിട്ട്. നിങ്ങളെ പോലെ അത്രയും ഉള്ള ഫസ്റ്റത്തെ ഒരു ഇന്റർവ്യൂ കാലിബർ ഉള്ള അറ്റൻഡ് ആൾക്കാരെ ചെയ്തോണ്ട് അവർക്ക് വേണം എന്തായാലും. അവര് തമ്മിലൊക്കെ ഇങ്ങനെ നോക്കുക ഇന്റർവ്യൂല്. ഇത് എന്താ ഈ കൊച്ചു പറയുന്നത്? ആ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് മറ്റേ OGD കൊളോണോസ്കോപ്പി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഉം, ഞാനാണ് പോയി ഇൻഡോസ്കോപ്പി ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെ. അതൊരു 2 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എനിക്ക്. അല്ല, അതും നമുക്ക് അതൊന്നും കിട്ടാതെ പറ്റിയനായിരുന്നു, വന്നപ്പോ അത് നമുക്ക് പറ്റിയനായിരുന്നു സോയ, അത് നമുക്ക് കിട്ടിയനായിരുന്നു സോയ്ക്ക്. സോയ പഠിച്ചു പോയിരുന്നെങ്കിൽ, മനസ്സിലായി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം ലൈക്ക് എനിവേ പോയത് പോട്ടെ, ലൈക്ക് ആ ഒരു ഫെയിലറും കാര്യങ്ങളൊക്കെ വന്നോണ്ടാണല്ലോ സോയ നമ്മളടുത്ത് വന്നത് എന്തായാലും. സാറ് എൻഡോസ്കോപ്പി ഡെപ്യൂട്ടി മാനേജറാന്ന് പറഞ്ഞപ്പോ ഒന്നും കൂടെ എനിക്ക് തോന്നി ആ, ഞാൻ ആ പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്തിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഇപ്പൊ എനിക്കത് കിട്ടുമായിരുന്നു എന്നത്. അതെ, അത് കുഴപ്പമില്ല. എന്നാലും സാറിന് ഓൺ ഡിപ്പാർട്ട്മെന്റ് അതെ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അതൊന്നും എല്ലാം കൂടെ കുഴപ്പമില്ല. ഒരുമിച്ച് നമുക്ക് വർക്കാവുമായിരുന്നു അതെ, അന്ന്. നമുക്ക് തലയിൽ വരച്ചിട്ടുള്ളത് നമുക്ക് കിട്ടും, അത് എപ്പോഴാണെങ്കിലും എന്തായാലും. അതിനുള്ള പ്യുവർ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ. എനിവേ എന്തായാലും നിങ്ങൾ എല്ലാവരും
റിസൾട്ട് നിങ്ങൾ കിട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ 3 പേരും ലൈക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ? ആ പറഞ്ഞ കിട്ടുമെന്ന് ആൻസേഴ്സിൽ കോൺഫിഡന്റ് ആയിരുന്നു. ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ള ചാൻസ് എല്ലാം ഉണ്ടായിരുന്നു. പറഞ്ഞു എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ അവരുടെ ഇപ്പൊ സോയ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു എക്സ്പ്രഷൻസിൽ ഓക്കെ ഞാൻ നമുക്കൊരു പറഞ്ഞത് ഇത് അവർക്ക് തോന്നി. ഓക്കെ ആയി ആ എന്ന് പറഞ്ഞ് അപ്പം ഓക്കെ അവരെന്തൊക്കെ നോട്ട് ചെയ്തു ദ വേ ഓഫ് ദയർ ഉം, ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് ഫീൽ ചെയ്തു. നല്ലൊരു വെരി ഒരു ഗ്ലാഡ് എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പൊ ഐ ഉം. ഫെൽഡ് ഓക്കെ സംതിങ് ഹാസ് ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ ഒരു കിട്ടിയിട്ടുണ്ട്, അവർ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരിത്. തോന്നി. പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. നമുക്കറിയില്ലല്ലോ എത്ര പേർക്കാണ്. അപ്പൊ എവ്രി വൺ ഇസ് ലൈക്ക് എല്ലാരും ഒരാൾക്കാരെക്കാളും മെച്ചമായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അതെ. ആദ്യമായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഉം. അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. അല്ലാണ്ട് എനിക്കൊരു ഓക്കെ ഞാൻ എന്തായാലും പറഞ്ഞു എന്നൊരു ഇതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ദൈവത്തെ വലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉറപ്പായിട്ടും. അയ്യോ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്നിട്ട് വീട്ടിൽ പറയുന്നു, "അയ്യോ, ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ, നാളെ വൈകുന്നേരം ആവോ." എനിവേ എന്തായാലും ലൈക്ക് എല്ലാം നല്ല രീതിയിൽ. മഞ്ജുവിനും സെയിം ഫീലിംഗ് ആയിരുന്നോ ഇന്റർവ്യൂ കഴിഞ്ഞപ്പം കിട്ടും എന്നുള്ള കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് സർ ചെയ്തു? എന്നെ ഉം. ഇന്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ലിൻസ് പറഞ്ഞ പോലെ തന്നെ അവര് നോട്ട് ഡൗൺ ചെയ്യുന്നത് കണ്ടു. ഉം. അവര് എന്താ പറയാ നമ്മുടെ ഓരോ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അവര് രണ്ടുപേരും നോട്ട് ചെയ്യുന്നുണ്ട്. ഉം. നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഓ അതെ പറഞ്ഞല്ലോ, അതെ. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു. ഉം. അപ്പം പിന്നെ നമുക്ക് ടെൻഷനായി. കാരണം ഉം. ഇന്റർവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു. അതെ. അത്യാവശ്യം എല്ലാം പറയാൻ പറ്റി. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാ, എല്ലാവരും ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഉം. എന്ത് ബേസിലായിരിക്കും എടുക്കുക, ഇനിയിപ്പോ എക്സ്പീരിയൻസ് ആയിരിക്കുമോ? അതെ. അപ്പം അങ്ങനെ പിന്നെ ടെൻഷൻ ആയിരുന്നു. ഇന്റർവ്യൂ കുറച്ചും കൂടി ഈസി ആയി അറിഞ്ഞപ്പോ. അതെ. അപ്പം എന്തായാലും ഇങ്ങനെ മോക്ക് അറ്റൻഡ് ചെയ്ത 3 പേരുടെ കൂടെ തന്നെ ഫീഡ്ബാക്ക് സെഷനും പറയാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ. അതിൽ MNCന്റെ ഒരു പാട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയപ്പം ഞങ്ങളുടെ ബാക്കിയുള്ള ജേർണിയിലും സാറ് എന്റെ പിന്നെ പ്രാർത്ഥനയും എന്തായാലും വേണം. ഉറപ്പായിട്ടും ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളത് പറയാം. നിങ്ങളെ ലൈക്ക് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിക്കോട്ടെ എന്നുള്ള ഒരു കൺസെന്റ് കൂടെ ചോദിക്കണം എനിക്ക്. ലൈക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് നത്തിങ് റിലേറ്റഡ് ടു നമ്മുടെ ഡിസ്കഷൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ബാക്കി ഫർദർ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കുറച്ചും കൂടി ഈസി ആവും നിങ്ങളുടെ പ്രോസസ്സൊക്കെ. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. രേഷ്മ എടുത്ത് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർത്തിട്ട് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സും പോകുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ ഒരുമിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഇറ്റ്സ് ലൈക്ക് ബെറ്റർ. ഒരു കൊഹോട്ട് ഉണ്ടാവുന്നത് നല്ലതാണ് റാദർ ദാൻ നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഒരാൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരാം. ഞാൻ രേഷ്മ മാത്രമേ അതിനകത്ത് കാണുള്ളൂ, വേറെ ആരും കാണത്തില്ല. പിന്നെ നിങ്ങൾ മാത്രം എല്ലാവരും ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോർമലി നമുക്കൊരു കൊഹോട്ടായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം എപ്പോഴും ചെയ്യാറുണ്ട്. ഒരു ബാച്ച് എടുക്കാൻ. ഇപ്പം നിങ്ങൾ 5 പേരില്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓക്കെ. ഇപ്പോൾ ഒരാളല്ല 2 പേരല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ചെയ്തു തരണമല്ലോ എന്തായാലും ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലെറ്റ് മീ നോ, ലെറ്റ് രേഷ്മ നോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ പ്രോസസ് ഓൺഗോയിങ് കാര്യങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഓൺ ബോർഡിങ് ടു അയർലൻഡ് എല്ലാ കാര്യങ്ങളും എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യം. ഇനിയിപ്പോൾ വലിയ താമസമൊന്നും വരത്തില്ല. ഹോപ്പ്ഫുള്ളി 2026 ലൈക്ക് എന്തായാലും എല്ലാ പുതുവത്സരം എന്തായാലും നിങ്ങൾക്ക് നല്ലതായി എല്ലാവർക്കും ഓക്കെ. അതിൽ ഒരുപാട് സന്തോഷം. ആ ഒരു പുതുവത്സരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം നടന്നതിൽ അതിലൊരു പാർട്ടായതിൽ എഗെയിൻ. പിന്നെ സമയം കണ്ടെത്തി ഈ ഒരു മോക്കിൽ ലൈക്ക് ഈ ഒരു നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിൽ വന്നതിൽ കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് കുട്ടികൾക്ക് ഇത് വലിയൊരു ഐ ഓപ്പണർ ആവും. കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഹാർഡ് വർക്കും അല്ലെങ്കിൽ ആ ഒരു റെസിലിയൻസും ആ ഒരു വിശ്വാസവും ഓക്കെ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തത് ഈ ഒരു പൊസിഷനിൽ ഇപ്പം എത്തിയത്. ഒന്നും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്ന കാര്യങ്ങളല്ല എന്നാണ് ബാക്കിയുള്ളവർ കേൾക്കേണ്ടത്. അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ ആഗ്രഹം എന്തായാലും ഓക്കെ. വൺ ഓഫ് ദ ബിഗ് സ്റ്റെപ്പ് വാസ് ലൈക്ക് OET ഒരു ബാലികറാമലയാണ്. അത് നിങ്ങൾ കഴിഞ്ഞു ഓക്കെ. അതെല്ലാം കഴിഞ്ഞ ഓരോ പടി വരുമ്പോൾ ഓരോ OET 350 സ്കോർ കിട്ടുന്നിടത്ത് ഏതെങ്കിലും 2 സബ്ജക്റ്റിന് പോയിട്ട് 340 ആവും. അതെ ബാക്കി കൂടെയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് 400 380 ഒക്കെ വരും. അതെ അയ്യോ ഇതെന്താ അത് ഒരു 300 ഒക്കെ ആവുകയാണെങ്കിൽ നമ്മളത് വിട്ട് കളയുമായിരുന്നു. ഇത് അതുമില്ല, അല്ല കറക്റ്റ് നിങ്ങൾ തന്നെ 340. ആലോചിക്കും. ഇപ്പം ലൈക്ക് നിങ്ങൾ തന്നെ ആലോചിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് ഞാനിപ്പോൾ ഫീഡ്ബാക്ക് ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈവൻ OETയിൽ പോലും നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. വൈ ആർ യു ഗൈസ് നോട്ട് ഗിവിംഗ് ദ ഫീഡ്ബാക്ക് ടു ദ കാൻഡിഡേറ്റ്സ്? മനസ്സിലായോ? ഇപ്പം നിങ്ങളിപ്പോൾ നമുക്കൊരു ആൻസർ പേപ്പർ കിട്ടി, 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ പേപ്പർ കിട്ടി, +2ന്റെ പരീക്ഷ, നമ്മൾ ഈ ഇതൊക്കെ നമുക്ക് കോപ്പി കിട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും അല്ലെ. നമുക്ക് അല്ലെ എന്ത് ചെയ്തു നമ്മുടെ റിസൾട്ടിൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ ഇന്റർവ്യൂ നിങ്ങൾക്ക് നടത്തുന്നു, ഫീഡ്ബാക്ക് തരുന്നു ഓക്കെ. ഫീഡ്ബാക്ക് തരുമ്പോഴാണല്ലോ നിങ്ങൾ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുക. അതേസമയം OETയുടെ ആൾക്കാർ അവർ നിങ്ങൾക്ക് ഒരു പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് കിട്ടി എവിടെ തെറ്റിയെന്ന് കാര്യം അറിയിക്കുന്നില്ല ആരെയും തന്നെ ഓക്കെ. അപ്പൊ കാര്യം എന്താ, ആ ഒരു ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ 2ാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ പാസ്സാവും. അപ്പൊ പിന്നെ 9 അറ്റംപ്റ്റ് ആയിരുന്നു. 9 അറ്റംപ്റ്റ് ലൈക്ക് സോയ വളരെ നമ്പേഴ്സ് വളരെ ബാക്ക് ടു ബാക്ക് ആയിരുന്നു.
9 കിട്ടിയല്ലോ സോയ. ഓക്കെ, ഞാൻ ലൈക്ക് ഹയർ നമ്പേഴ്സ് ഞാൻ പറയുന്നില്ല, ഹയർ നമ്പേഴ്സ് എനിക്കറിയാം, ഞാൻ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. പക്ഷെ പിള്ളേരുടെ സിറ്റുവേഷൻ അതായതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അത് എടുക്കും. ഓക്കെ, അപ്പൊ ബേസിക്കലി ലൈക്ക് നമ്മൾ എല്ലായിടത്തും പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്താ, വൈ ആർ യു നോട്ട് ഗിവിംഗ് ദ ഫീഡ്ബാക്ക് ടു ദ OET ഞാൻ കാൻഡിഡേറ്റ്? ക്ലാസ്സിലെടുക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എനിക്ക് അതെ, ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ ഡെസ്പറേറ്റ്, നമ്മൾ തന്നെ പിള്ളേരുടെ നമ്പർ ഇപ്പൊ പിന്നെ അത്രയ്ക്ക് സംഭവമൊന്നും ഇല്ലല്ലോ, വളരെ ആവശ്യമുള്ളവർ മാത്രമാണ് OET എടുക്കുന്നത്. അത്രയും വലിയ ബൂം ഒക്കെ പോയി, അതൊക്കെ ഇപ്പൊ പണ്ടായിരുന്നു. അധികം ഇല്ല. നമ്മുടെ തന്നെ സ്റ്റുഡൻസ് നമ്മൾ അത്രയും സ്പെസിഫിക്കലി മാത്രമേ പിള്ളേരെ ക്ലാസ് എടുക്കാറുള്ളൂ, ഒരു 15-20 കുട്ടികളെ മാക്സിമം. അതിന്റെ അപ്പുറം ഒന്നും ഒരു സംഭവമായിട്ടേ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. കാര്യം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഈവൻ ഞങ്ങൾ തന്നെ അഡ്മിഷൻ വരുന്ന പിള്ളേർ ചോദിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ആദ്യം എക്സ്പീരിയൻസ് എടുക്കുക എന്നിട്ട് OET. കാര്യം അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല, ഒരു ഉപയോഗമില്ല സിറ്റുവേഷനിൽ. നിങ്ങളുടെ അടുത്താണെങ്കിൽ ആരെങ്കിലും ചോദിക്കണം, അത് തന്നെ പറയാം, ആദ്യമേ ചാടി കയറിക്കൊണ്ട് തല വെച്ച് കളയരുത്. ഇതിനൊക്കെ വാലിഡിറ്റി ഉള്ള കാര്യം. ആദ്യം പോയി എക്സ്പീരിയൻസ് എടുക്കുക. ഒന്നും നിന്ന് പോയിട്ടില്ല. നമ്മൾ നഴ്സിംഗ് ആണ് എടുത്തിട്ടുള്ളത്, നമ്മളെല്ലാവരും നഴ്സസ് ആണ്. സോ ഒരു ഹൈ ഡിമാൻഡിങ് പ്രൊഫഷൻ ആണ് നമ്മുടെ എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് വി ലിറ്ററലി ഓൾ ഓഫ് us ആർ പ്രൗഡ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബിക്കോസ് ഞാൻ ഇന്നല്ലെങ്കിൽ ശരിക്കും OET കിട്ടിയപ്പോ ഇവിടത്തെ മിനിസ്ട്രി വേക്കൻസി, മിലിറ്ററി വേക്കൻസി എല്ലാം വന്നത് ആ. അത് ഒരു മറ്റേ ഡെലിമേലായിരുന്നു. വേണോ വേണ്ടേ, ആ. അത് വേണ്ടാന്ന് വെച്ച് ഉം. ബാക്ക് ടു അയർലൻഡ് പിന്നെയും ഞാൻ ട്രൈ ചെയ്തു. നോക്കി. പിന്നെ ഉം. ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു ലാസ്റ്റ് ഒക്ടോബർ നവംബർ ആയപ്പോഴേക്കും പിന്നത്തെ DL എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഉം. മടുത്തു, ആ ഒരു അവസ്ഥയിലേക്ക് അത്രയും ചെയ്തു. വന്നായിരുന്നു. അതെ. അതില് പക്ഷെ മാറ്റം എനിക്കൊന്ന് വരുത്താൻ പറ്റിയത് ഇപ്പൊ സാറിന്റെ പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ ഒരു ട്രോമയായിട്ട് ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുമായിരുന്നു ചിലപ്പോ. ഉറപ്പായിട്ടും സ്വയം, ഞാൻ അതല്ലേ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ അതേ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, മനസ്സിലായോ? ചെയ്യുന്ന സാറ് സമയം കണ്ടെത്തി എങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ ആണ്. അതെ. അത് ആ, എന്നെ ശരിക്കും ഭയങ്കര അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസ്പയറിംഗ് ഐഡിയ ആണ്. ഞാൻ വരില്ലായിരുന്നു. ഇന്റർവ്യൂവിന് പ്രശ്നം എടുക്കാൻ ഒരു ഐഡിയ പോലും എനിക്ക് വരത്തില്ലായിരുന്നു. അതെ, അല്ലെ, നമ്മളിപ്പം അങ്ങനെ ഒരു സെഷൻ ഇപ്പൊ ഇട്ടത് ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ, ലൈക്ക് ഇപ്പൊ എന്താ മഞ്ജു, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ പാനലിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഐഡിയ വരില്ല. ഞാനിപ്പോ ഇന്റർവ്യൂ പാനലൊന്നും ഇരിക്കാത്ത ഒരാളായിരുന്നു എങ്കിൽ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഞാനൊരു ചിന്തയിലേക്ക് വന്നു വെച്ചാൽ, ബിക്കോസ് ഞാനും നിങ്ങളെ പോലെ തന്നെ രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഇവിടെ UK വരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ലൈക്ക് ലിറ്ററലി സ്റ്റെപ്പ് ബൈ ബ്രിക്ക് ആണ് നമ്മൾ കരിയർ പ്രോഗ്രഷൻ കൊണ്ടുവരുന്നത് എന്തായാലും, അല്ലെ? അപ്പൊ അല്ലാതെ പെട്ടെന്നൊരു ബൂമിലല്ല നമ്മൾ ഇതെല്ലാം കൊണ്ടുവരുന്നതും പഠിപ്പിക്കുന്നതും. അപ്പം ബാൻഡ് 5 ആയിട്ട് ജോയിൻ ചെയ്യുന്നു, പിന്നെ കരിയർ പ്രോഗ്രഷൻ ലൈക്ക് ഡെപ്യൂട്ടി റോളിലോട്ട് പോകുന്നു, സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഇൻട്രസ്റ്റ് ലൈക്ക് ഓക്കെ, ഇന്റർവ്യൂ പാനൽ എനിക്ക് ഇരിക്കണം, എനിക്ക് നോക്കണം, എനിക്ക് അറിയണം നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കണേ. അപ്പൊ അതിൽ കുറെ സെഷൻസിൽ പാനൽസിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്കൊരു ഐഡിയ കിട്ടണേ, നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് ബേസിക്കലി, മനസ്സിലായോ? ഓക്കെ, അപ്പം അങ്ങനെയാണ് ആദ്യം വീഡിയോസ് യൂട്യൂബിൽ ഇട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലൈക്ക് നിങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി പഠിക്കണം, കുറെ കോർ പോയിന്റ്സ് ഉണ്ട്, അറിയണം, നിങ്ങൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. കാര്യം എന്താ, നമുക്ക് തന്നെ ഒരു ഫീലിംഗ്, ഒരു ഇത് തോന്നുമല്ലോ. കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആക്ച്വലി ആരും കാണില്ല. ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ ഒറ്റ വാക്ക് നമ്മളിത് പുറത്ത് പറയത്തില്ല. ഇന്റർവ്യൂ കിട്ടിയാൽ പോലും പറയില്ല അവർക്ക് എങ്ങനെ കിട്ടി, എന്തൊക്കെ അവർ പഠിച്ചു, ഒന്നും പറയില്ല. ഓക്കെ, ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ഏരിയ ഭയങ്കര എന്താ, ഒരു സെൽഫിഷ് ഏരിയ ആണ്. ഓക്കെ, അവർക്ക് കിട്ടി, ഇനി മറ്റാർക്കും കിട്ടണ്ട, എനിക്ക് കിട്ടി, എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ബാക്കി ആരും അതിനെ പറ്റി അറിയണ്ട. ഓക്കെ, അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ. അപ്പം അതിനൊരു ചേഞ്ച് വരണം കുറച്ചെങ്കിലൊക്കെ, ഉറപ്പായിട്ടും. ഇപ്പം ഞാനെന്നല്ല, ബാക്കി ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറൊരാൾ ഉറപ്പായിട്ടും തുടങ്ങിയത്. അപ്പം ഈ ഒരു സംഭവം വന്ന് ഒരുപാട് കുട്ടികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് ഭയങ്കര ന്യൂ ആണല്ലോ, എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം തുടങ്ങുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഊഹിക്കുക, ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം ആദ്യമായിട്ട് നമ്മൾ വിത്തിൻ നമ്മുടെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ ബേസ്ഡ് ആയിട്ട് ഇതുവരെ ആരും തുടങ്ങിയായിട്ട് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ അതിന് വലിയൊരു റിസ്ക് ഉണ്ട്. ഓക്കെ, പിള്ളേർക്ക് റിസൾട്ട് കിട്ടണം, പിള്ളേർക്ക് അച്ചീവ് ചെയ്യണം, സ്കോർ അച്ചീവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ, ഒരു ഇംഗ്ലീഷ് കൺട്രി എക്സ്പീരിയൻസ് ഇല്ലാതെ എനിക്കിത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം ബേസിക്കലി. അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് തുടങ്ങി. നിങ്ങൾ എനിക്കൊന്ന് എത്രയോ ലൈക്ക് കൈൻഡ് ഓഫ് 300-400 ബാച്ചിലോട്ടാണ് നിങ്ങൾ വരുന്നത് ഏകദേശം, മനസ്സിലായോ? അപ്പം അത്രയും ആൾക്കാരുടെ സെഷൻസ് കിട്ടി, നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞു എന്തായാലും. അപ്പം ലൈക്ക് നമുക്കറിയാം എന്താണെന്നുള്ള സംഭവം. ഇപ്പം മഞ്ജു പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ, റാദർ ദാൻ നമ്മൾ ചുമ്മാ എന്തെങ്കിലും ചവർ പോലെ കുറെ വീഡിയോസും അല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂസ് എങ്ങനെയാണെന്ന് ഒരു റെക്കോർഡഡ് വീഡിയോ പ്രോപ്പറായിട്ട് മലയാളത്തിൽ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടാം എന്തായാലും, അല്ലേ? അപ്പൊ അതായിരിക്കും മഞ്ജു ആ രീതിയിലോട്ട് എത്തിയതും എന്തായാലും. കാര്യം ഞാൻ എഫോർട്ട് എടുക്കാൻ റെഡി ആവുന്നതിന്റെ റീസൺ എന്താ, നമുക്ക് ഈ പിള്ളേരുടെ സക്സസ് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നിങ്ങളെ പോലെ തന്നെ അവരും പഠിച്ചു. ഓക്കെ,
അപ്പം നെക്സ്റ്റ് വരുന്ന ആൾക്കാർ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ആഗ്രഹമായിട്ട് ജോലി കിട്ടണമെന്നുള്ള കുട്ടികളാണ്. അപ്പൊ അവരും പഠിച്ചുകൊണ്ടിരുന്ന് സക്സസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഡോപ്പ് കൂടിക്കൊണ്ടിരിക്കുമല്ലേ എന്തായാലും. മനസ്സിലായോ കാര്യം? എന്താ, നമുക്ക് ഓരോ പോയിന്റിലും ഓരോ വീക്കിലും 5-10 പിള്ളേർക്ക് റിസൾട്ട് കിട്ടുകയാണ്, സക്സസ് 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 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതേസമയം നമ്മൾ OET ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 100 പേര് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 20 പേർക്കായിരിക്കും റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് മാറി നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വന്നപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു 20 പേരുണ്ടെങ്കിൽ 19 പേർക്കും സക്സസ് ആണ്. ഓക്കെ, അപ്പം ലൈക്ക് സക്സസിന്റെ പെർസെൻറ്റേജ് ഗോസ് ഫ്രം ലൈക്ക് 5% to 100% ഒറ്റയടിക്ക്. മനസ്സിലായോ? അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ പിള്ളേരുടെ റിസൾട്ട് കിട്ടുമ്പോൾ ഉള്ളത്, അത് ഭയങ്കര ഒരു ഡോപ്പ. ഇനി നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾക്ക് ഇനി എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിനെ പറ്റിയിട്ട്? ഓക്കെ, ആര് നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയല്ല, ഇങ്ങനെ പഠിക്കേണ്ടേ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അറിയാൻ പറ്റും അല്ലേ എല്ലാവർക്കും. എന്തായാലും അത് ആ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളിപ്പോൾ പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യുന്നത്. എനിവേ, എന്തായാലും താങ്ക് യു സോ മച്ച് അഗെയിൻ കേട്ടോ, വൺസ് അഗെയിൻ താങ്ക് യു. എല്ലാം പറഞ്ഞാലും തീരില്ല കേട്ടോ, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിവേ, എന്തായാലും നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് സാറിനാണ് എല്ലാം. ലൈക് താങ്ക്സ് ആൻഡ് ഐ പ്രേ ടു ഗോഡ് ദാറ്റ് യു കണ്ടിന്യൂ ദ സെയിം ജേർണി അൻടിൽ ഉറപ്പായിട്ടും ഒത്തിരി പിള്ളേർക്ക് അതൊരു ഹെൽപ്പ് ആവട്ടെ. OET ആണെങ്കിലും CBT ആണെങ്കിലും. CBTയുടെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോ ആണെങ്കിലും സാർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടല്ല, ഇറ്റ് ഈസ് ലൈക്ക് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് അറിയാൻ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലാണ്ട് എക്സാം ബേസ്ഡ് മാത്രമായിട്ടല്ല. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. അപ്പൊ ദ വേ യു ടേക്ക് ദ ക്ലാസ്, ഞാൻ പറഞ്ഞല്ലോ OET ഞാൻ അത്ര അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ വേറെ പഠിച്ച. അപ്പൊ CBT ഇത് ഞാൻ ഒത്തിരി ശരിക്കും ഞാൻ സെയിം ഇതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തും കുറെ ഡൗൺലോഡ് ചെയ്തും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ഇതാണെങ്കിലും എല്ലാം ദ വേ യു നമുക്ക് എന്താ പറയാ, ഒരു ക്ലാസ് കേൾക്കുമ്പോ ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഐ ക്യാൻ ഡു, നമുക്കിത് ചെയ്യാം, ഓക്കെ ഇങ്ങനെയാണ്. ഒരു നല്ലൊരു ദ വേ യു പ്രസന്റ് ലൈക് ഹൗ യു സ്പീക്ക്, ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് പിള്ളേർക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വരും, ഓക്കെ ഇങ്ങനെയാണ്. പിന്നെ യു ലൈക് കോൺഫിഡൻറ്റ്, നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് വരുന്നുണ്ട് നമ്മൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ആൻഡ് ഒരു മലയാളി ആയതുകൊണ്ടാണ് എനിക്കറിയത്തില്ല, ആ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചേർന്നിട്ട് ഇറ്റ് വാസ് ലൈക്ക് എ ഫ്രണ്ട്ലി പോലത്തെ അങ്ങനത്തെ ഒരു ക്ലാസ്. നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അങ്ങനെ അന്ന് മാത്രം പറയാണ്ട് കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വരുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഒരു ഭയങ്കര ക്യാച്ചി ആയിരുന്നു. യുവർ ക്ലാസ് ഇസ് ഓൾ ലൈക്ക് വെരി ഗുഡ് ആൻഡ് ഐ പ്രേ ടു ഗോഡ് ദാറ്റ് യു കണ്ടിന്യൂ യുവർ ജേർണി ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു ന്യൂ ഇയർ ആണ്. എല്ലാവരും മഞ്ജു, ലിൻസി, നിങ്ങൾ 5 പേരും എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ടും ഒന്ന് റീജോയിൻ ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ്സ്, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ തന്നെ കിട്ടട്ടെ. സ്ട്രഗിളുകൾ, ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തതിന് എല്ലാത്തിനും ഒരു അന്ത്യം വരട്ടെ എന്തായാലും. ഓക്കെ, കാര്യം ആ സ്ട്രഗിളിന്റെ എല്ലാത്തിനും ഒരു ലാസ്റ്റ് റിസൾട്ട് ആണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും. ഓക്കെ, അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഉറപ്പായിട്ടും അയർലൻഡിൽ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി ഒരു വർഷത്തിനുള്ളിലോ ഒരു വർഷം കഴിഞ്ഞിട്ടോ എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദറെങ്കിലും വെക്കണം എന്തായാലും കേട്ടോ. കാര്യം ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര സ്പെഷ്യലാണ്, നിങ്ങൾ 5 പേർക്കും കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ 5 പേര് ഒരുമിച്ച് വരുന്നത് എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്യാതറിംഗ്, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്തായാലും. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഞങ്ങൾ എന്തായാലും സാറിനെ എപ്പോഴും ഓർക്കും. ഉറപ്പായിട്ടും. അയ്യോ, അത് മതി, അത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട എന്തായാലും. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്തായാലും. നമുക്ക് കീപ്പ് ഇൻ ടച്ച് കേട്ടോ, എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.